പിന്നെ ഞങ്ങൾ ചോറ് തിന്നലൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അതാ കുറച്ച് ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ പെണ്ണ് വരാൻ ടൈമിൽ ചോറ് തിന്നലൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരമായിട്ടോ. ഇനി പെണ്ണിനെ വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരിക്കുന്നു. ഒരുവിധം ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതാ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും മോളുണ്ട്, മോളിൻ്റെ മടിയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അവിടെ ചെന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഓഡിറ്റോറിയം ഞാൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് പോവുക തന്നെയാണ്. അപ്പോൾ അത് അവിടെയൊക്കെ ചെന്നിറങ്ങിയിരിക്കണ്. അപ്പോൾ നിക്കാഹൊക്കെ ആദ്യം തന്നെ കഴിഞ്ഞ കാരണം പിന്നെ പുതിയാപ്പിളയും ഞങ്ങളെല്ലാവരും കൂടി തന്നെയാണ് ഒരുമിച്ചിട്ടാണ് പോണത്. പിന്നെ മാറ്റിക്കാനൊന്നുമില്ല. രാത്രി അവൾക്കുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുപോയി കൊടുത്തിരുന്നു. അപ്പോൾ പിന്നെ മാറ്റാനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കണ്ട് ഒരുക്കിയിട്ട് കൊണ്ടുവരാനുള്ളൂ. അപ്പോൾ അതാ പുതിയാപ്പിളയാണിത്. പുതിയാപ്പിള മുമ്പിൽ കയറിയതിൻ്റെ ശേഷം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറുകയാണ്. ഓഡിറ്റോറിയം പുറത്തുനിന്ന് കാണുമ്പോൾ അധികം വലിപ്പമൊന്നുമില്ല. അപ്പോൾ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ളൊരു ഓഡിറ്റോറിയമാണ്. മേലൊക്കെ തത്തൊക്കെ ഉണ്ട്. സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്ക് പോകുകയാണ് കേട്ടോ. അവിടെയാണ് സ്റ്റേജൊക്കെ. പിന്നെ അടിയിൽ കണ്ടില്ലേ, അവിടെ ഭക്ഷണം കഴിക്കണ സ്ഥലങ്ങളൊക്കെ അടിയിലായിട്ടാണ്. പുതിയാപ്പിള ഇതാ ഞങ്ങളെ കൂടെ തന്നെ എൻ്റെ സ്റ്റേജിക്ക് വരികയാണ്. അപ്പോൾ അതാ കുറച്ച് ആൾക്കാരൊക്കെ പോയിട്ട് പുതിയണ്ണിനെ ഒന്നും കൂടി റെഡിയാക്കാനായിട്ട് പോയിട്ടുണ്ട്. മോളിതാ എൻ്റെ കൂടെ ഇരിക്കുകയാണ്. ഓൾ കസാലയിൽ വെച്ച തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഓള് യേശുവൊക്കെ ഒന്ന് ഊരിടാനാണ് രാവിലെ ഇട്ടതല്ല. അപ്പോൾ നമുക്കൊക്കെ ഒരു പൊതിയുടെ ഓള് അവിടുന്ന് കല്യാണത്തിൻ്റെ ടൈമിൽ കുറച്ച് നേരം എൻ്റെ മടിയിലിരുന്ന് ഉറങ്ങുന്നു കേട്ടോ. ഞങ്ങളവിടെ ഇരിക്കുന്നിടത്തുനിന്ന് ഞങ്ങളവിടെ ചായ കുടിക്കാനായിട്ട് ഇങ്ങോട്ട് കൊടുന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കടി. അപ്പോൾ മോളുവിൻ്റെ കയ്യിൽ ഞാനിങ്ങനെ കൊടുത്തിരിക്കുകയാണ്. മോള് ഒന്നിങ്ങനെ കടിച്ചൊതുങ്ങാണ്ട് പിന്നെ അത് താഴെ ഇട ചെയ്യുന്നുട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൊടുക്കുന്നത് കോഫിയും ഈ സാൻഡ്വിച്ചുമാണ്. അപ്പോൾ അതാ ഞങ്ങൾ പിന്നെ അവിടെ നിന്നൊക്കെ പോരാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ പുതിയണ്ണിതാ പുതിയണ്ണിനൊക്കെ ഒരുക്കിയിട്ട് സ്റ്റേജിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി വണ്ടി കയറാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ അതാ ഒരു വണ്ടി കയറാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതാ ഒരു വണ്ടിയിലൊക്കെ കയറി പോന്നിട്ടുണ്ട്. ഞങ്ങളും ഇതാ പോന്നിക്കണ്. പിന്നെ ഇതാ ഞങ്ങളിതാ ഇവിടെ വന്നിറങ്ങി കേട്ടോ. ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ വന്നിറങ്ങി. ഇവിടെ വന്നിറങ്ങിയിട്ട് ഇതാ കുട്ടികളൊക്കെ ഇതാ കാത്തു നിൽക്കുകയാണ് കേട്ടോ. പൂക്കളൊക്കെ ആയിട്ട് പൂക്കൾ കൊടുക്കാൻ വേണ്ടിയിട്ട്.
അത് ഞങ്ങളെ എടുത്താണ് ഈ ഓഡിറ്റോറിയം. ഞങ്ങളെ വീടിൻ്റെ അവിടുന്ന് കുറച്ചുങ്ങൾ നടന്ന് വരാനേ ഉള്ളൂ. അപ്പോൾ എടുത്തായ കാരണം ഇവിടെ വെച്ചിട്ട് ഉണ്ട് കല്യാണം ഉണ്ടാക്കിയതാണ്. തലേ ദിവസം പിന്നെ വീട്ടിൽ തന്നെ ആക്കിയതാണ്. പിന്നെ അധികം വലിപ്പുള്ള ചെറിയ കല്യാണമായിരുന്നു. സൗണ്ടുകളും പാട്ടുകളൊക്കെ ഞാൻ ഒഴിവാക്കിയെടുത്തതാണ്. അവരിഞ്ഞതാ ഉള്ളിലേക്ക് കയറിയിട്ട് സ്റ്റേജിലേക്ക് പോവുകയാണ്. പിള്ളേരൊക്കെ കൂടെ നല്ല സൗണ്ടും ഇങ്ങനെ പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. കളർ ചെറുക്കുന്ന പെട്ടെന്ന് തന്നെ വിവാഹം നല്ല നേരം വൈകിട്ടുണ്ട്. വൈകുന്നേരമായിട്ടുണ്ട്. അവിടെ വേറെ രാത്രി കല്യാണമുള്ള കാരണം പെണ്ണിൻ്റെ കൂടെയും ചെക്കൻ്റെ കൂടെ ഒക്കെ ഒരേ ഫാമിലികൾ ഫോട്ടോ എടുക്കുകയാണ് എല്ലാ വീട്ടിലും. ഞങ്ങളും ഫാമിലിയായിട്ടൊരു ഫോട്ടോയും കൂടി എടുത്ത് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് കണ്ടാപുരമിനെ വീട്ടിലേക്ക് കുടുംബമുണ്ട്. പെണ്ണും ചെക്കനും കൂടി വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പെണ്ണിൻ്റെ ഉമ്മ അവ പിടിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ മൂത്തച്ചിയാണ് കേട്ടോ അത്. ഇതാണ് പെണ്ണിൻ്റെയും ചെക്കൻ്റെ റൂം. ഇത്ര ഉള്ളൂ ഇന്ന് ഈ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ. ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇഷ്ടമായി വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.